സംസ്ഥാന കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ആശയക്കുഴപ്പം രൂപപ്പെട്ടിരിക്കുകയാണ്. കെ സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്തണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. സുധാകരനെ മാറ്റുന്നതിൽ ഇക്കൂട്ടർക്ക് തീരെ താല്പര്യം കാണുന്നില്ല. എന്നാൽ കെ സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണ്ണമാകില്ലെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അടിമുടി പുനഃസംഘടന വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നുള്ളതും ശ്രദ്ധേയമാണ്. തർക്കങ്ങളില്ലാത്ത പുനഃസംഘടനയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്നാൽ അത് സാധ്യമാകുമോ എന്നതിനും ഉറപ്പില്ല. ഹൈക്കമാൻഡിന്റെ നിലപാട് സൂചിപ്പിച്ച് പ്രാഥമിക ചർച്ചകൾക്ക് KC വേണുഗോപാൽ തുടക്കമിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കെ സുധാകരനുമായി KC വേണുഗോപാൽ ചർച്ച നടത്തിയത് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തുമെന്നതും ഉറപ്പാണ്. KPCC ഭാരവാഹികളുടെ എണ്ണം കുറയ്ക്കാനും ആലോചനയുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ ഭാരവാഹികളാക്കണമെന്നും അഭിപ്രായമുയരുന്നുണ്ട്. യുവാക്കൾക്കും വനിതകൾക്കും പരിഗണന നൽകാനും മികവ് പുലർത്താത്ത DCC അധ്യക്ഷന്മാരെ മാറ്റാനും ആലോചനകളുണ്ട്. എന്തായാലും യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണ് AICC ഒരുങ്ങുന്നതെന്നാണ് വിവരം ലഭിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു നീക്കം. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരാനുള്ള നീക്കത്തിന് പാർട്ടിയിൽ ആലോചന തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ ചർച്ചകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞേക്കും എന്ന ചർച്ചകൾക്കിടയിലാണ് ഇതും. ബൂത്ത് തലം വരെയുള്ള പുനഃസംഘടന തീരാപ്പണിയായി നിൽക്കുമ്പോഴാണ് തലപ്പത്തു തന്നെ മാറ്റത്തിന് പാർട്ടി ഒരുങ്ങുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കെ സുധാകരന് കഴിഞ്ഞില്ലെന്നത് പുനഃസംഘടനയുടെ ആക്കം കൂട്ടുന്നുണ്ട്. പുതിയ പേരുകൾക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളാണുള്ളത്: യുവത്വവും സാമുദായിക പരിഗണനയും. സിറോ മലബാർ സഭയുമായി അടുത്ത ബന്ധമുള്ള റോജി M. ജോൺ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ മുൻപന്തിയിലാണ്. കെ സുധാകരൻ അധ്യക്ഷനാകുമ്പോഴും റോജിയുടെ പേര് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നു. കാലത്തിനൊത്തു മാറുമ്പോൾ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റെ പേരിനും മുഖ്യ പരിഗണനയുണ്ട്. പാർട്ടിയെ പുതുക്കാൻ മാത്യു കുഴൽനാടനാകുമെന്നതാണ് വാദം. യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഡീൻ കുര്യാക്കോസും KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പേരാണ്. പത്തനംതിട്ട MP ആന്റോ ആന്റണി, ചാലക്കുടി MP ആയ ബെന്നി ബെഹനാൻ എന്നിവരും സാമുദായിക പരിഗണന വെച്ച് ചർച്ചകളിലുണ്ട്. ഈ 5 പേരുകളും പരിഗണിക്കുന്നത് സഭകളുമായി BJP നേതൃത്വം ഉൾപ്പെടെ കൂടുതൽ അടുക്കുന്ന പശ്ചാത്തലത്തിൽ തടയിടാൻ തന്നെയാണ്. നായർ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുടെ എണ്ണം കൂടുതലായതിനാൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അടൂർ പ്രകാശിന്റെ പേരും പരിഗണിച്ചേക്കാം. ദളിത് പ്രാതിനിധ്യം മുഖ്യ പരിഗണനയായി ഉയർന്നു വന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന് നറുക്കു വീഴുന്നതാണ്. അപ്പോഴും യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യത്തിനാണ് പാർട്ടിയിലെ പ്രഥമ ചർച്ചകളിൽ പ്രാമുഖ്യമുള്ളത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം കണക്കിലെടുത്താകും അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുക. അതേസമയം തന്നെ സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമില്ല എന്നാണ് ശശി തരൂർ MP പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി. ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തി. കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സുധാകരനെ മാറ്റേണ്ട കാര്യമില്ല എന്നുമാണ് ശശി തരൂരിന്റെ പ്രതികരണം. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ നടന്നിട്ടില്ല എന്നും തരൂർ വ്യക്തമാക്കുകയുണ്ടായി. സ്ത്രീകളുടെയും യുവാക്കളുടെയും പ്രാതിനിധ്യം കൂട്ടണമെന്നതാണ് ഉദയ്പൂർ പ്രഖ്യാപനം. പിന്നാക്ക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകണം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് സീറ്റ് നൽകിയെങ്കിലും വിജയിച്ചില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പ്രചാരണത്തിന് 3 ആഴ്ച മാത്രമാണ് കിട്ടിയത്. അതാണ് തിരിച്ചടിയായത്. യുവാക്കൾക്ക് അവസരം നൽകണം. നല്ല മാറ്റം വരുമെന്നും തരൂർ പറയുകയുണ്ടായി.